കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത്. പഠന സമയത്തിന് ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത്. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ. എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം? ശ്രാവൺ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി. എടാ, നീ എന്തിങ്ങനെ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കും. നീ ഒന്നും പറയില്ല, ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല.